ദാ ഈ ചായ എടുത്ത് കുടിക്കാം. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ? എനിക്ക് വേണ്ടത് ഉണ്ടാക്കി കഴിക്കാൻ എനിക്കറിയാം. കണ്ണി കണ്ടവരൊന്നും എന്നെ സഹായിക്കാൻ വരണ്ട, അതെനിക്ക് ഇഷ്ടമല്ല. അതെ, VP എന്റെ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ചു നോക്കിയേ, എന്നിട്ട് ശരിക്കൊന്ന് ഓർത്തു നോക്കിയേ ഞാൻ ആരാന്ന്. അപ്പൊ VPക്ക് മനസ്സിലാവും ഞാൻ കണ്ണി കണ്ടവനും വഴിയെ പോയവനൊന്നും അല്ലാന്ന്. ആരായാലും എന്നോട് മിണ്ടുന്ന എനിക്ക് ഇഷ്ടമല്ല. ശരി, ഇഷ്ടമല്ലെങ്കിൽ ഞാൻ മിണ്ടാൻ വരുന്നില്ല. ദാ VP ഈ ചായ എടുത്ത് കുടിക്കേ. അപ്പൊ VPയുടെ ഈ മൂഡ് ഓഫ് ഒക്കെ മാറി ഒന്ന് ഫ്രഷ് ആവും. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ? അതെന്താ വേണ്ടാത്തെന്ന് പറയൂ. ഇനിയിപ്പോ അമ്മ ഉണ്ടാക്കി തന്നാലേ കുടിക്കൂന്നുള്ള വാശിയാണോ? അതോ ഞാനിനി ഇതിൽ വല്ല വിഷവും ചേർത്തിട്ടുണ്ടോ എന്ന പേടിയാണോ? ഇല്ലെന്ന് എങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റും? തരം കിട്ടിയ കൊല്ലാൻ വേണ്ടി നടക്കുക ചുറ്റിനും. എനിക്കറിയാം. ആരും അറിയാത്ത രീതിയിൽ വിഷം ചേർത്ത് വിളമ്പാൻ VPയുടെ അത്ര മിടുക്ക് എനിക്കില്ല. എന്നോട് മിണ്ടണ്ടെന്ന് പറഞ്ഞില്ലേ? ആര് വന്നില്ലെങ്കിലും ഒരു കോഫി ഉണ്ടാക്കി കുടിക്കാനൊക്കെ എനിക്കറിയാം. അപ്പൊ ചായയല്ല കോഫിയാണ് പ്രശ്നം. അതങ്ങ് പറഞ്ഞാ പോരെ? ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യുമെങ്കിൽ ഞാൻ നല്ലൊരു കോഫി ഉണ്ടാക്കി തരാം. എന്താ? നോ, എനിക്ക് ആരുടെ സഹായം വേണ്ടെന്ന് പറഞ്ഞില്ലേ? കോഫിയൊക്കെ ഉണ്ടാക്കാൻ എനിക്കറിയാം. ശരി, ഞാൻ ഉണ്ടാക്കുന്ന കോഫി വേണ്ടെങ്കിൽ VP എന്താന്ന് വെച്ചാൽ ചെയ്തു. ഇനിയിപ്പോ ഒറ്റയ്ക്ക് കോഫി ഉണ്ടാക്കാൻ പോയി കുഴപ്പത്തിലൊന്നും ചെന്ന് ചാടല്ലേ? എന്ത് കുഴപ്പം? കോഫി ഉണ്ടാക്കിയ കുഴപ്പമാവും പോലും. എങ്കിലാവൊന്നും കാണണല്ലോ. ഇതിപ്പോ ആരും ചെയ്യാത്ത പണിയല്ലേ? കോഫി ഉണ്ടാക്കിയ കുഴപ്പമാവും പോലും എന്നോട്. ബ്ലാക്ക് കോഫി അല്ലല്ലോ, അപ്പോ പാല് വേണം. പാലുണ്ട്. ഇനി ഷുഗർ. കോഫി പൗഡർ. എന്താ? എന്തു വേണം? അല്ല, VPക്ക് കോഫി ഉണ്ടാക്കാൻ അറിയാമോ നോക്കിയതാ. കോഫി ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ നല്ല ഓർമ്മയുണ്ടല്ലോ VPക്ക്. എന്നാ പിന്നെ ഒരു കോഫി എനിക്കിവിടെ ഉണ്ടാക്കി തരുമോ? നോ, എനിക്ക് മാത്രമേ ഞാൻ ഉണ്ടാക്കാറുള്ളൂ. എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. വെൽ, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം മിസ്റ്റർ പണിക്കരിൽ 2 പ്രധാനപ്പെട്ട മാറ്റങ്ങളാണ് നിങ്ങൾക്കിപ്പോൾ ഫീൽ ചെയ്യാൻ കഴിയുന്നത്. തുറന്നു പറയട്ടെ, ഇപ്പം നമ്മൾ നിരീക്ഷിക്കുന്ന ഈ 2 മാറ്റങ്ങൾക്കും അതിൻ്റെതായ മെറിറ്റ്സും ഡീമെറിറ്റ്സും ഉണ്ട്. ഫോർ എക്സാമ്പിൾ, എന്താണ് നമുക്കിതിൽ നിന്നും പോസിറ്റീവായി എടുക്കാവുന്ന കാര്യം എന്ന് വെച്ചാൽ, തനിക്കൊരു മകളുണ്ടെന്നും ആ മകളുടെ പേര് അപൂർവ എന്നാണെന്നും പണിക്കർ മനസ്സിൽ ഫീഡ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇനി അങ്ങോട്ട് കാലം എത്ര കഴിഞ്ഞാലും പണിക്കരുടെ മനസ്സിൽ തൻ്റെ ഭൂതകാലത്തിൽ നിന്നും റീകളക്ട് ചെയ്ത ഈ ഡേറ്റയ്ക്ക് ഒരുടവും സംഭവിക്കില്ല. അറ്റ് ദ സെയിം ടൈം അപൂർവയിൽ നിന്നും അപ്പുവിലേക്ക് ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ച മകളെ അയാൾ ബോധപൂർവം വിസ്മരിക്കുകയും ചെയ്യുന്നു. ഇനിയിപ്പോൾ നിങ്ങളോ അല്ലെങ്കിൽ മറ്റു ബന്ധുക്കളോ സുഹൃത്തുക്കളോ
മറ്റു പരിചയക്കാരോ ആരെങ്കിലും അങ്ങനെ ഒരു മകളെക്കുറിച്ച് ഓർമ്മിപ്പിക്കാൻ ശ്രമിച്ചാലോ ആ ഓർമ്മയെ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാകാത്ത വിധം പണിക്കർ അയാളുടെ മനസ്സിനെ റീഅസംബിൾ ചെയ്യുന്നു, അല്ലെങ്കിൽ അതിനുവേണ്ടി കഠിനമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഡോക്ടർ പറഞ്ഞത് 100% ശരിയാണ്. ഇപ്പോ അപ്പുവിനെ കുറിച്ച് ഞാൻ ഓർമ്മപ്പെടുത്താൻ ശ്രമിക്കുമ്പോഴൊക്കെ BP-യിൽ നിന്ന് ബോധപൂർവം അങ്ങനെ ഒരു ഒഴിഞ്ഞുമാറ്റം എനിക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഇപ്പോൾ അപ്പുവിനെ ഫേസ് ചെയ്യേണ്ടി വരുമ്പോഴൊക്കെ BP-യുടെ മനസ്സിന്റെ പുറത്തുള്ള അല്ലെങ്കിൽ ഓർമ്മകൾക്ക് പുറത്തുള്ള ഒരാളോട് പോലെയാണ് BP പെരുമാറുന്നത്. ഒരു ദിവസം ഒന്നിലേറെ തവണ അപ്പു ആരാണെന്നും അയാൾക്ക് നമ്മുടെ വീട്ടിൽ എന്താ കാര്യമെന്നും എന്നോട് ചോദിച്ചിട്ടുണ്ട്. അതൊക്കെ ഒരു സ്വയം ബോധ്യപ്പെടുത്തലിന്റെ ഭാഗമായി വേണം കരുതാൻ. അതുകൊണ്ടാ ഇപ്പോഴത്തെ അപ്പുവിനെ കുറിച്ച് ആരെന്തു പറഞ്ഞാലും പണിക്കർ അവരിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കാത്തതും. ഒരു തരത്തിൽ പറഞ്ഞാൽ ഇത് വിജയ് പണിക്കർ അയാളുടെ സ്വയം നടത്തുന്ന ഒരു ഇന്റലക്ച്വൽ ഹൈഡ് ആൻഡ് സീക്ക് ഗെയിമാണ്. ഡോക്ടർ, അപ്പോ ഇനി ഒരിക്കലും BP റിയാലിറ്റിയിലെ അപ്പുവിനെ അക്സെപ്റ്റ് ചെയ്യില്ലെന്നാണ് പറഞ്ഞു വരുന്നത്? നിങ്ങൾക്ക് പരിചയമുള്ള ഇപ്പോഴത്തെ VP ബോധപൂർവ്വം ഒരിക്കലും അതിന് തയ്യാറാവില്ല. പക്ഷേ അയാളെ അതിന് മാനസികമായി പ്രാപ്തമാക്കുക എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള ടാസ്ക്. ആൻഡ് ഓഫ് കോഴ്സ് ഇറ്റ്സ് എ ഹെർക്കുലിയൻ ടാസ്ക്. അതിനുവേണ്ടി നമ്മൾ ഇനി എന്താണ് ചെയ്യേണ്ടത് ഡോക്ടർ? നോക്കൂ മാഡം, കുറുക്കു വഴിയിൽ ലക്ഷ്യത്തിലേക്ക് എത്തുക എന്നുള്ളത് എളുപ്പമാണ്. പക്ഷേ അതിന് അതിൻ്റേതായ റിസ്ക് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, അപ്പോൾ ഒരു കോംപ്രമൈസിന് തയ്യാറായാൽ ചിലപ്പോൾ VP ഇപ്പോഴത്തെ അപ്പുവിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാനെങ്കിലും തയ്യാറായെന്നിരിക്കും. എന്നുവെച്ചാ? ഈ അടുത്ത് പണിക്കർ കണ്ടൊരു സ്വപ്നത്തെക്കുറിച്ച് അദ്ദേഹം മേഡത്തോട് പറഞ്ഞില്ലേ? തന്റെ മോളെ സ്ത്രീവേഷം കെട്ടി ആരോ ചിലർ പിടിച്ചുകൊണ്ടുപോകാൻ ശ്രമിക്കുന്നുവെന്ന്. അതെ, അന്ന് രാത്രി മുഴുവൻ BP അതേക്കുറിച്ച് തന്നെയാ പറഞ്ഞുകൊണ്ടിരുന്നത്. യെസ്, അയാളുടെ ഉപബോധ മനസ്സിലെ ട്രാൻസ്ഫോമിക് പ്രതിഫലനങ്ങളാണ് ആ സ്വപ്നത്തിലൂടെ അയാൾ വ്യക്തമാക്കാൻ ശ്രമിക്കുന്നത്. തന്റെ മകൾ ഒരു ട്രാൻസ്പേഴ്സണാലിറ്റി ആണെന്ന് അംഗീകരിക്കുമ്പോൾ തന്നെ ആ വ്യക്തിത്വത്തിൽ നിന്ന് അവളെ ഒരു സാധാരണ പെൺകുട്ടിയിലേക്ക് തിരിച്ചു പിടിക്കാൻ അയാളുടെ ഉപബോധ മനസ്സ് വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ അപ്പുവിന്റെ കോംപ്രമൈസിന്റെ പ്രസക്തി. അപ്പു ഒരു കോംപ്രമൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഡോക്ടർ അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ടു ബി ഫ്രാങ്ക്, മിസ്റ്റർ പണിക്കരെ ബോധിപ്പിക്കാൻ വേണ്ടിയെങ്കിലും താൽക്കാലികമായി അപ്പുവിന്റെ പെൺജീവിതത്തിലേക്ക് തിരിച്ചു പോവുക. എന്താ, അതിനെന്തെങ്കിലും സാധ്യതയുള്ളതായി മാഡത്തിന് തോന്നുന്നുണ്ടോ? ഐ മീൻ, ഇപ്പോഴത്തെ ഒരു ക്രൈസിസ് ലെവലിനെ കുറിച്ച് അപ്പുവിനെ കൺവിൻസ് ചെയ്യിച്ചാൽ? നോ ഡോക്ടർ, അതൊരിക്കലും സാധ്യമല്ല. അത് മാത്രമല്ല, ഞാനായിട്ട് ഒരിക്കലും അപ്പുവിനെ അതിന് നിർബന്ധിക്കുകയില്ല. അതിന് കഴിയില്ല ഡോക്ടർ. യെസ്, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് യുവർ ഫീലിങ്സ്. ഞാനൊരു സാധ്യതയെപ്പറ്റി പറഞ്ഞേ ഉള്ളൂ. നൗ ഫോർഗെറ്റ് ഇറ്റ്. ഏതായാലും പണിക്കർക്കുള്ളിലെ അച്ഛൻ തൻ്റെ മകളെ തിരിച്ചു കിട്ടാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത് നമുക്ക് ശുഭപ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ്. ഈ മാറ്റം ചിലപ്പോൾ ട്രീറ്റ്മെൻറ്റിൽ വളരെയധികം ഗുണം ചെയ്തേക്കും. ഇപ്പോഴത്തെ മെഡിസിൻ നമുക്ക് കുറച്ച് നാൾ കൂടി കണ്ടിന്യൂ ചെയ്യാം. എന്നിട്ട് എന്തുവേണമെന്ന് തീരുമാനിക്കാം. എന്താ? VPയെ നേരിട്ട് കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടോ ഡോക്ടർ? 2 ആഴ്ച മെഡിസിൻ കണ്ടിന്യൂ ചെയ്യൂ. എന്നിട്ട് ഞാൻ പറയാം. ധൈര്യമായിട്ട് പോകും മാഡം. നമുക്ക് നല്ല വാർത്തകൾ പ്രതീക്ഷിക്കാം. താങ്ക് യു ഡോക്ടർ. ആഹാ, അസല കോഫി. കോഫി ഉണ്ടാക്കാൻ അറിയില്ല പോലും. അതാ അതിൽ എൻ്റെ സംശയം. BPക്ക് സ്വന്തമായിട്ട് കോഫി ഉണ്ടാക്കാൻ അറിയാം. എല്ലാം എവിടെ ഇരിക്കുന്നതെന്നും എങ്ങനെ ഉപയോഗിക്കണമെന്നും കൃത്യമായിട്ട് അറിയാം. അമ്മയോടും പഴയ പോലെ തന്നെ പെരുമാറുന്നത്. അങ്ങനെ ഒരുവിധം എല്ലാ കാര്യങ്ങളിലും നോർമൽ ആവാൻ BPക്ക് പറ്റുന്നുണ്ട്. പക്ഷെ എൻ്റെ കാര്യത്തിൽ മാത്രം BP ഇപ്പോഴും ഫുൾ ബ്ലാങ്കാ. അതുമാത്രം എങ്ങനെ ഒരാൾക്ക് സാധ്യമാവുന്നേ? അത് സാധ്യമായി കൂടുന്നില്ല പൂ. തെറ്റെഴുതിപ്പോയൊരു പേജ് നമ്മൾ ആദ്യം ഒന്ന് വെട്ടി നോക്കും.
എന്നിട്ടും ആ പേജിലെ എഴുത്തുകൾ നമ്മൾ അലോസരപ്പെടുത്തുന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ആ പേജ് ആ ബുക്കിൽ തന്നെ കീറിക്കളയില്ലേ? അപ്പോഴും ബുക്ക് പഴയതുപോലെ തന്നെ ഉണ്ടാവും. ആ പേജ് മാത്രം നഷ്ടപ്പെടും. നമ്മുടെ കാര്യം അങ്ങനെ തന്നെയാണ് അപ്പു. ജന്മം തന്നവർ തന്നെ അവരുടെ ജീവിത പുസ്തകത്തിൽ നിന്ന് കീറി എറിഞ്ഞ താളുകളാണ് നമ്മൾ. വരിയോ അർത്ഥവും തെറ്റിപ്പോയ പേജുകൾ. സാരമില്ല അപ്പു. എന്നിട്ടും നമ്മളൊക്കെ ഭാഗ്യമുള്ളവരാ. തേടി വരാനും ചേർത്ത് പിടിക്കാനും ഒക്കെ നമുക്ക് ആരെങ്കിലും ഒക്കെ ജീവിതത്തിലുണ്ടല്ലോ. അതുപോലും ഇല്ലാത്ത എത്രയോ പേര് നമ്മുടെ കൂട്ടത്തിലുണ്ട്. ശരിയാ. തനിക്ക് തൻ്റെ ഏട്ടനും എനിക്കെൻ്റെ അമ്മയും. പക്ഷേ ദക്ഷയും അഗ്നിയും പോലുള്ളവർക്ക് അവർ മാത്രമേ ഉള്ളൂ. അവരെയാ ഞാൻ വിപിക്ക് വേണ്ടി ഒറ്റുകൊടുത്തെന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് വല്ലാത്തൊരു കുറ്റബോധം തോന്നുന്നുണ്ട്. അതിന്റെ ആവശ്യമില്ല പൂ. എന്തുകൊണ്ട് തനിക്കിങ്ങനെ ചെയ്യേണ്ടി വന്നു എന്നുള്ളതിന്റെ പിന്നിലുള്ള ഉദ്ദേശശുദ്ധിയെപ്പറ്റി ഓർത്താ മതി. അപ്പൊ കുറ്റബോധം തോന്നില്ല. എടോ, തന്നോട് സംസാരിക്കുമ്പോൾ എനിക്ക് വല്ലാത്തൊരു റിലീഫ് തോന്നുന്നു. എനിക്കും. ഇനി വരട്ടെ. ഇനി മുതൽ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ ചെയ്തോളാന്ന് പറയും. ഇപ്പൊ ഈ കോഫി ഉണ്ടാക്കിയതുപോലെ ഞാൻ എൻ്റെ ചോറും കറികളും ഉണ്ടാക്കും, ചപ്പാത്തി ഉണ്ടാക്കും, തുണിയും വാഷ് ചെയ്യും. എന്തിനാ വേറെ ആളെ ബുദ്ധിമുട്ടിക്കുന്നു? എല്ലാം ഞാൻ തന്നെ ചെയ്യും. ആ താൻ വാതിൽ തുറക്കാതെ ഞാൻ ഇവിടുന്ന് പോകുന്ന പ്രശ്നമില്ല. താൻ ആരെ വേണമെങ്കിലും അറിയിച്ചോ. പക്ഷെ അറിയിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ഓർത്തോ, എന്നെ കുടുക്കിയിട്ട് ഡോക്ടറുമായിട്ട് സമാധാനത്തോടെ ജീവിക്കാന്ന് കരുതണ്ട. മാളു, ഇതെന്തിരിപ്പാ? ഇന്ന് വൈകിട്ട് യാത്ര പോവാനുള്ള വലിയ വിചാരമുണ്ടോ? നിനക്ക് വലിയ ക്ഷീണവും മറ്റും ഉണ്ടോ? എനിക്ക് കുഴപ്പമൊന്നുമില്ലമ്മേ. പിന്നെന്താ മുഖമാകെ വിളറി വെളുത്തിരിക്കുന്നത്? സത്യം പറ, നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എനിക്കൊരു പ്രശ്നമില്ലമ്മേ. കൂടെ കൂടെ വന്ന് എല്ലാരും ഇങ്ങനെ ചോദിക്കുമ്പോഴാ എനിക്ക് ടെൻഷൻ. പിന്നെ നീ എന്തിനാ എപ്പോഴും ഇങ്ങനെ മൂഡ് ഓഫ് ആയിട്ടിരിക്കുന്നേ? നിന്റെ ഇരിപ്പും മട്ടും കാണുമ്പോ ഞങ്ങൾ അങ്ങനെ സംശയിച്ചു പോയാൽ തെറ്റു പറയാൻ പറ്റുമോ? ടീച്ചറിന്റെ വീട്ടിലെന്തോ പ്രശ്നം ഉണ്ടായതുകൊണ്ടാ അച്ഛൻ വന്നപ്പോ നീ കൂടെ പോന്നേന്നാ ഞങ്ങൾ ഇപ്പോഴും വിചാരിക്കുന്നത്. നീയാണെങ്കിൽ കാര്യം എന്താന്നൊട്ട് പറയുന്നുമില്ല. ടീച്ചറിന്റെ വീട്ടിലെ പ്രശ്നം ഉള്ളതുകൊണ്ടാ ഞാൻ ഇങ്ങോട്ട് പോരുന്നെന്ന് ആരോടെങ്കിലും ഞാൻ പറഞ്ഞോ? ഞാൻ പറയാത്ത കാര്യം ആലോചിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കുന്നതിന് എനിക്കെന്ത് ചെയ്യാൻ പറ്റും? പിന്നെ നീ ഇങ്ങനെ ആരോടും മിണ്ടാതെയും പറയാതെ നിന്നാ ഞങ്ങൾ എന്താ വിചാരിക്കണ്ടേ? ഹണിമൂൺ ട്രിപ്പിന് പോകുന്ന ഒരു എക്സൈറ്റ്മെന്റ് നിന്റെ മുഖത്തില്ലല്ലോ. ഞാൻ എന്ത് വേണമെന്ന് അമ്മ പറയുന്നേ? ഞാനും ഡോക്ടർ ഹണിമൂണിന് പോകുന്ന കാര്യം പറഞ്ഞ് ഇവിടെ എല്ലാം തുള്ളിച്ചാടി നടക്കണം. തുള്ളിച്ചാടി നടന്നില്ലെങ്കിലും അതിന്റെ ഒരു തയ്യാറെടുപ്പെങ്കിലും നിന്റെ ഭാഗത്തുനിന്ന് ഞങ്ങൾ കാണുന്നില്ലല്ലോ. കൊണ്ടുപോകാനുള്ള ലഗേജ് പോലും നീ ഇതുവരെ പാക്ക് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ജോബിന്റെ കാര്യവും.
പോകുന്നതിന് 2-3 ദിവസം മുമ്പേ ലീവായിരിക്കും എന്ന് പറഞ്ഞ ആള് ദേ ഇന്ന് വരെ ഹോസ്പിറ്റലിൽ ഡ്യൂട്ടി ആയിരുന്നു. അതും പോട്ടെ, ഇന്നലെ ഇവിടേക്ക് വരും എന്ന് പറഞ്ഞ ജോബിൻ ഇതുവരെ ഇവിടെ വന്നിട്ടുമില്ല. ഇതിൽ നിന്നൊക്കെ ഞങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടതെന്ന് നീ പറ. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് സംശയിച്ചു പോയാ അതിൽ തെറ്റു പറയാൻ പറ്റില്ലല്ലോ. ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നമില്ലമ്മേ. ഞാൻ പറഞ്ഞല്ലോ, ഇന്നലെ ടീച്ചർ അവിടെ തനിച്ചാക്കി ഇങ്ങോട്ട് വരണ്ടെന്ന് ഞാനാ ഡോക്ടറെ വിളിച്ചു പറഞ്ഞത്. ഡേസി ആൻറ്റി എന്നെ ഇപ്പൊ കുറച്ചു മുമ്പ് വിളിച്ചതേ ഉള്ളൂ. പിന്നെ അമ്മ പറഞ്ഞ ഒരു കാര്യം ശരിയും. എന്ത് കാര്യം? ഇപ്പൊ ഇങ്ങനൊരു യാത്ര പോവാൻ എന്റെ മനസ്സൊട്ടും പ്രിപ്പയർഡ് അല്ലമ്മേ. അതുകൊണ്ടാവും അമ്മ നേരത്തെ പറഞ്ഞ എക്സൈറ്റ്മെന്റ് ഒന്നും എനിക്ക് തോന്നാത്തത്. അതെന്താ നിനക്കിപ്പോ ഒരു താല്പര്യക്കുറവ് തോന്നാൻ? അതെന്താന്ന് ചോദിച്ചാ കാരണം എന്താന്ന് പറയാൻ എനിക്കറിയില്ല. അതാ സത്യം. ഈ മൂഡ് ഓഫ് ഒക്കെ അവിടെ ചെല്ലുമ്പോ അങ്ങ് മാറും. നീ വിഷമിക്കണ്ട. പിന്നെ നിങ്ങളെ യാത്രയാക്കാൻ എയർപോർട്ടിൽ വരാൻ തയ്യാറെടുത്തിരിക്കുക മുത്തശ്ശി. അതിനുവേണ്ടി മുരളിയേട്ടനോട് നേരത്തെ വരാൻ പറഞ്ഞ് ഏൽപ്പിച്ചിരിക്കുക ആള്. പക്ഷേ മുരളിയേട്ടന് വരാൻ പറ്റില്ലെന്ന് തോന്നുന്നു. ഇന്ന് രാവിലെ കാണാനിരുന്ന ക്ലയന്റ് സമയത്തിന് എത്തിയില്ലെന്നോ അയാളെ കണ്ടിട്ടേ ഇറങ്ങാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയുന്നു കേട്ടു. എന്താന്നറിയില്ല, ഇന്നലെ രാത്രിയിലത്തെ സംഭവത്തിന് ശേഷം അച്ഛനും ആകെ മൂഡ് ഓഫാ. അതുകൊണ്ടായിരിക്കും നിങ്ങളെ യാത്രയാക്കാൻ വരാതെ ഒഴിഞ്ഞു മാറി നിൽക്കുന്നത്. ഇന്നലെ രാത്രിയിൽ ഇവിടെ കയറാൻ ശ്രമിച്ചത് ആരാണെന്ന് വല്ലതും അറിഞ്ഞോ അമ്മേ? ഇല്ലെന്നേ, അച്ഛന്റെ തൊട്ടു മുന്നേ കിട്ടിയത് അയാളെ. തലനാരിഴക്കലേ അയാള് രക്ഷപ്പെട്ടത്. ഓ, എന്തായാലും വല്ലാത്തൊരു സംഭവമായിപ്പോയി. ഇത്ര നാളും ഈ വീട്ടിൽ താമസിച്ചിട്ട് ഇങ്ങനൊരു സംഭവം ഇത് ആദ്യം. പോലീസ് കംപ്ലൈന്റ് കൊടുക്കാനൊക്കെയാ മുത്തശ്ശി പറയുന്നത്. അതാ നല്ലതെന്ന് എനിക്കും തോന്നി. പക്ഷേ അച്ഛൻ ഒരു വിധത്തിലും സമ്മതിക്കുന്നില്ല. ഇനിയിപ്പോ ഈ കേസും കൂട്ടും ഒക്കെ ആയിട്ട് അതിന്റെ പുറകെ നടന്ന് മെനക്കെടാൻ വയ്യെന്ന് കരുതിയിട്ടാവും. ഓ എന്റെ ഈശ്വരാ, ഇങ്ങനൊന്നും ഇനി ഉണ്ടാവാതിരുന്നാ മതിയായിരുന്നു. നീ ഇനി അതേപ്പറ്റി ആലോചിച്ച് നിൽക്കാതെ കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യാൻ തുടങ്ങ. സമയം പെട്ടെന്നങ്ങ് പോവും. ശരി അമ്മേ, ഞാൻ വരാം. അപ്പോ അമ്മ എപ്പോ എത്തി? കൊള്ളാം. എന്തോ അപ്പു ഇത്? ഇങ്ങനെ അങ്ങോട്ട് മൊബൈലിൽ മുഴുകിയിരുന്നാൽ വീട്ടിൽ വല്ല കള്ളന്മാർ വന്നാൽ പോലും അറിയില്ലല്ലോ. പിന്നെ പട്ടാപ്പകലല്ലേ കള്ളന്മാര് വരാൻ പോകുന്നത്. അത് ഞാനിവിടെ തൂണ് നാട്ടിയ പോലെ നിൽക്കുമ്പോ. അതെ, അത് തന്നെ ഞാനും പറഞ്ഞത്. വെറുതെ തൂണ് നാട്ടിയ പോലെ നിന്നിട്ട് ഒരു കാര്യമില്ല. ആരെങ്കിലും വന്നോന്ന് അറിയുക പോലും ഇല്ലല്ലോ. ഇതിപ്പോ ഞാൻ നേരെ വന്ന് അകത്തോട്ട് കയറിയിരുന്നെങ്കിലും നീ അറിയില്ലല്ലോ. ഓ എന്റെ അമ്മേ, ഇങ്ങനെ നെഗറ്റീവ് മാത്രം ചിന്തിക്കല്ലേ. ഞാൻ ഈ ഇയർഫോൺ ഇപ്പൊ അങ്ങോട്ട് വച്ചേ ഉള്ളൂ. അതിനിടയിൽ അമ്മ എന്തെല്ലാം ചിന്തിച്ചു കൂട്ടി. പറച്ചിൽ കേട്ടാ തോന്നും വീടാരോ ഫൗണ്ടേഷൻ അടക്കം പിഴുതോണ്ട് പോയെന്നു. അത് പോട്ടെ. BP എപ്പോഴെഴുന്നേറ്റു? ഞാൻ പുറത്തുപോയ കാര്യം അറിഞ്ഞോ? പിന്നെ അറിയാതിരിക്കോ? അമ്മ പോയി കുറച്ചു കഴിഞ്ഞപ്പോ തന്നെ ആൾ എഴുന്നേറ്റു. ഉടനെ തന്നെ മിസ്സസിനെ തിരയുകയും ചെയ്തു. എന്നിട്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയില്ലല്ലോ? അമ്മയെ കാണാത്തന്റെ വിഷമത്തില് എന്നോട് ചെറുതായിട്ടൊന്ന് അരസാൻ വന്നു. ഞാൻ പിന്നെ നൈസായിട്ടങ്ങ് ഡീൽ ചെയ്തു. അതുകൊണ്ട് വലിയ ഉടക്കൊന്നും ഇല്ലാതെ രക്ഷപ്പെട്ടു. ഞാൻ ആകെ ടെൻഷനിലായിരുന്നു. BP എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ നിനക്ക് ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ പറ്റുമോന്നായിരുന്നു എൻ്റെ പേടി. ആളെവിടെ? വീണ്ടും കിടന്നോ? കിടക്കാനോ? പുള്ളി ഭയങ്കര എൻഗേജ്ഡ് ആയിരുന്നു. എന്ന് വെച്ചാ? ഭയങ്കര കുക്കിംഗ് ആയിരുന്നു. കുക്കിങ്ങോ? VPയോ? നീ ചുമ്മാ പറയല്ലേ അപ്പൂ? അല്ലമ്മേ, സത്യോ. ആൾ ഉണർന്നു വന്നപ്പോ ഞാൻ കിച്ചണിൽ ചായ ഉണ്ടാക്കുമായിരുന്നു. എന്നെ കണ്ടതും ആള് ഡെസ്പായി. ഞാനുണ്ടാക്കിയ ചായ എത്ര നിർബന്ധിച്ചിട്ടും കുടിക്കാൻ കൂട്ടാക്കിയില്ല. VPക്ക് കോഫിയല്ലേ കൂടുതൽ ഇഷ്ടം, അതായിരിക്കും. ഞാൻ അതും പറഞ്ഞു. പക്ഷെ ഞാനിടുന്ന ചായയും കോഫിയും ഒന്നും തനിക്ക് വേണ്ടെന്ന് VP പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഞാൻ വിചാരിച്ചു ആ സീൻ അവിടെ കൊണ്ട് അവസാനിച്ചു എന്ന്. പക്ഷെ പിന്നായിരുന്നു ട്വിസ്റ്റ്. എനിക്ക് വേണ്ട കോഫി ഞാൻ ഉണ്ടാക്കിക്കൊള്ളാന്ന് പറഞ്ഞു ഒറ്റ പോക്കായിരുന്നു കിച്ചണിലോട്ട്. എന്നിട്ടെന്താ? VP പറഞ്ഞ പോലെ തന്നെ ചെയ്തു. വെല്ലു വിളിച്ച ഞാൻ നല്ല അസലായിട്ട് പ്ലിങ്ങി, അത്ര തന്നെ. ശരിക്കും? അതേന്നേ. അമ്മേ, ഞാനൊരു സംശയം ചോദിക്കട്ടെ? എന്താ?
ശരിക്കും നമ്മുടെ വി പിക്ക് എന്തെങ്കിലും അസുഖമുണ്ടോ?